ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വർഷത്തെ ഈസ്റ്ററിൻ്റെ ഒരു ചെറിയ സന്ദേശം തരുവാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായത്തിലെ 12 മുതലുള്ള വചനങ്ങൾ വായിച്ചുകൊണ്ട് അല്പം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ അധ്യായം 15-12 മുതൽ. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി പ്രഘോഷിക്കപ്പെടുന്നെങ്കിൽ മരിച്ചവർക്ക് പുനരുത്ഥാനമില്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. മാത്രമല്ല, ഞങ്ങൾ ദൈവത്തിന് വേണ്ടി കപടസാക്ഷ്യം വഹിക്കുന്നവരായിത്തീരുന്നു. എന്നാൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി. മരിച്ചവർ യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ ദൈവം ക്രിസ്തുവിനെയും ഉയർപ്പിച്ചിട്ടില്ല. മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ്. നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ തന്നെ വർദ്ധിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. ഈ ജീവിതത്തിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെല്ലാ മനുഷ്യരെക്കാൾ ദൗർഭാഗ്യവാന്മാരാണ്. ഏറെ സത്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ദൈവവചന ഭാഗമാണ് വായിച്ചത്. കാരണം കൊരിന്ത്യരുടെ ഇടയിൽ തർക്കമുണ്ടായിരുന്നു. യേശു ക്രിസ്തു ഉത്ഥാനം ചെയ്തുവോ? മനുഷ്യർക്ക് ഇനി ഉത്ഥാനം ഉണ്ടോ? അപ്പോൾ പൗലോസ് കൊടുക്കുന്ന ഉത്തരമാണ്. ഈ ഉത്തരം കൊടുക്കുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടുമുട്ടിയ യഥാർത്ഥ യേശുവിലുള്ള വിശ്വാസത്തിൽ ബോധ്യമുണ്ടായിരുന്ന പൗലോസാണ്. ഏറെ സത്യങ്ങൾ വിളിച്ചോരുന്നു. അതായത്, ഈശോ ഉയർപ്പിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്, പ്രസംഗം ശൂന്യമാണ്, അർത്ഥശൂന്യമാണ്. മാത്രമല്ല, നമ്മളും ഉയർപ്പിക്കപ്പെടുകയില്ല. നമ്മുടെ പാപങ്ങളൊന്നും ക്ഷമിക്കപ്പെട്ടിട്ടുമില്ല. മരിച്ചവർക്കൊരു രക്ഷയില്ല. അവർക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിച്ചിട്ട് കാര്യവുമില്ല. ഇനിയും മരിച്ചു കഴിഞ്ഞ് ഏതെങ്കിലും കിട്ടുമെന്ന് നിങ്ങളും പ്രതീക്ഷിക്കണ്ട. കാരണം നിങ്ങൾ പ്രതീക്ഷ വച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ മാത്രമാണ്. എങ്കിൽ നിങ്ങൾ ഏറ്റവും ദൗർഭാഗ്യവാന്മാരാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു മരത്തിൻ്റെ അഥവാ ക്രിസ്തീയതയുടെ ഏറ്റവും അടിസ്ഥാന വിശ്വാസം യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. ഇത് ആദ്യം മുതലേ ക്രിസ്തുവിൻ്റെ വൈരികൾക്ക് ക്രിസ്തീയ മരത്തിൻ്റെ വൈരികൾക്ക് അറിയാമായിരുന്നു. നമുക്ക് ആദ്യമേ തന്നെ കാണാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 11 ശൂന്യമായ കല്ലറയെപ്പറ്റിയും ഈശോയുടെ ഉത്ഥാനത്തെ പറ്റിയും പ്രധാനാചാര്യന്മാർ, പുരോഹിതന്മാർ അറിഞ്ഞപ്പോഴേ അവരാണല്ലോ ഈശോയെ ക്രൂശിച്ചത്. അവർ ഉടനെ തന്നെ എന്ത് ചെയ്തു? കുറെ പൈസ, കുറെ പണം സോൾജിയേഴ്സിന്, പട്ടാളക്കാർക്ക് കൊടുത്തിട്ട് ഒരു നുണ പറയിപ്പിച്ചു. എന്ത്? രാത്രിയിൽ അവർ ഉറങ്ങിപ്പോയെന്നും പട്ടാളക്കാരെ കാവലേൽപ്പിച്ചു. ഉറങ്ങാനോ? സംഭവിക്കാനൊരു കാര്യമല്ലല്ലോ ഒരിക്കലും. അത് ഒരാളല്ലല്ലോ, പല കാവൽക്കാരെ ഏൽപ്പിച്ചിരുന്നത്. എന്നിട്ട് ശിഷ്യന്മാർ ശരീരം കട്ടോണ്ട് പോയെന്ന് പറയണമെന്ന് നമ്മുടെ ബൈബിൾ പറയുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു. ആ കഥ ഇന്നും അവിടെ പ്രചാരത്തിലുണ്ട് എന്ന വിശുദ്ധ നാട്ടിൽ. പ്രിയപ്പെട്ട, അന്ന് മുതൽ തുടങ്ങിയതാണ് യേശുവിൻ്റെ ഉത്ഥാനത്തിന് എതിരായിട്ടുള്ള തെളിവുകൾ കൊണ്ടുവരാനുള്ള മനുഷ്യൻ്റെ പരിശ്രമങ്ങൾ. അടുത്തിടയിൽ നിങ്ങൾ വായിച്ചു. പല സ്ഥലങ്ങളിലും പോയി അവരെ കല്ലറകൾ തുറന്നു. ചിലത്ത് ഈശോ എഴുതിയിട്ടുള്ള കല്ലറകൾ. ഓർക്കണം, ഈശോയുടെ സമകാലീനരിൽ പലർക്കും ഈശോ എന്ന പേരുണ്ടായിരുന്നു. ഇപ്പോഴും അറിയാം. ഇപ്പോൾ സ്പെയിനിലോ പോർച്ചുഗലിലൊക്കെ ചെന്ന ഒത്തിരി പേരുടെ പേര് ഈശോ, ഹെസൂസ്, ഈശോ എന്നാണ്. അപ്പോൾ യേശു എന്ന പേരുള്ള ധാരാളം പേര് ഈശോയുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് എൻ്റെ പേര് ജെയിംസ് എന്നാണ്. ജെയിംസ് എന്ന പേരുള്ള എത്ര പേര് എൻ്റെ ചെറുവള്ളിപ്പള്ളിയിൽ തന്നെ അടക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ഇടത്ത് അടക്കി. അതുപോലെ ഇവിടെ എല്ലാം ചെന്ന് മാന്തി, എന്നിട്ട് ചില ശവശരീരങ്ങളുടെ അംശങ്ങൾ, എല്ലുകൾ, അല്ലെങ്കിൽ ആ കൂടെ അടക്കപ്പെട്ട ഭാര്യയുടെ മക്കളെ കണ്ടുപിടിച്ചിട്ട്, നമുക്കറിയാം ഇന്ന് മാധ്യമങ്ങളാണല്ലോ ലോകത്തെ
നയിക്കുന്നത്. ഒരാളെ നല്ലവനെന്ന് പ്രഘോഷിക്കുന്നതും തിന്മയായി പ്രഘോഷിക്കുന്നതും ഇന്നത്തെ മാധ്യമങ്ങളാണല്ലോ. മാധ്യമങ്ങളെപ്പറ്റി ഞാൻ പറയാനല്ല ഇവിടെ ഇരിക്കുന്നത്. മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നു, ഓ യേശു ഉയർത്തിട്ടില്ലായിരുന്നു, അത് ഒരു കള്ളപ്രചരണം, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞുണ്ടാക്കിയ കഥയാണ്, അല്ലെങ്കിൽ യേശു ക്രിസ്തു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു, മക്കൾ വേറെ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഏറെ അസംബന്ധങ്ങൾ മാധ്യമങ്ങളിലൂടെ അത് ഏറെ പ്രചരിപ്പിക്കുന്നത് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. നമുക്ക് അതുകൊണ്ടാണ് ഈയിടെ ഇസ്രായേൽ രാജ്യം തന്നെ മുൻകൈയെടുത്ത് യേശുവിൻ്റെ യഥാർത്ഥമായ ശൂന്യമായ കല്ലറ മുഴുവൻ പൊളിച്ചു പരിശോധിച്ചതും പുനരുദ്ധരിച്ചതും. അവിടെ ഒന്നും കണ്ടിട്ടില്ല ഈശോയുടെ എല്ലിൻ്റെ അംശം ഒന്നും. കാരണം യേശു മുഴുവനായിട്ടും ഉത്ഥാനം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണല്ലോ നമുക്കറിയാം, ആ പെന്തക്കോസ്ത കഴിഞ്ഞിട്ട് പേടിത്തൊണ്ടനായ പത്രോസ് പരിശുദ്ധാത്മാനം നിറഞ്ഞപ്പോൾ ഒരു സിംഹത്തെപ്പോലെ വിളിച്ച് അലറി പറഞ്ഞത്, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശു ഉത്ഥാനം ചെയ്തു, ഞങ്ങൾ അതിൻ്റെ സാക്ഷികളാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ അധ്യായം 2:32. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നു, ആ പൗലോസ് അപ്പോസ്തലൻ, അതായത് നമുക്കറിയാം ഈശോ പ്രത്യക്ഷപ്പെട്ട് 12 അപ്പോസ്തലന്മാർക്കും പലപ്പോഴും ആ ദർശനം നൽകി, അതിനുശേഷം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. പിന്നെയും അവൻ്റെ ആ സാന്നിധ്യം പലർക്കും വെളിപ്പെടുത്തി. അതിലുള്ള ആളാണ് പൗലോസ്. നോക്കൂ, പൗലോസ് പറയുന്നത് കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 15-ാം അധ്യായത്തിൽ 4 മുതൽ ഉള്ള വചനങ്ങളിൽ, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നതുപോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ കേപ്പായ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി. അവരിൽ ഏതാനും പേർ മരിച്ചുപോയി, മിക്കവരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പസ്തോലന്മാർക്കും കാണപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അകാലജാതൻ എന്നതുപോലെ എനിക്ക് അവിടുന്ന് പ്രത്യക്ഷനായി. ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ചതുകൊണ്ട് അപ്പസ്തോലൻ എന്ന നാമത്തിന് പോലും ഞാൻ അയോഗ്യനാണ്. നോക്കൂ അപ്പസ്തോലൻ്റെ എളിമ. ആരാണ് അപ്പസ്തോലൻ? യേശുവിനെ കണ്ടുമുട്ടുന്നവൻ. ആരാണ് ശിഷ്യൻ? ഉയർത്തെഴുന്നേറ്റവനായ യേശുവിനെ കണ്ടുമുട്ടുന്നവൻ. ആരാണ് സത്യക്രിസ്ത്യാനി? ഉയർത്തെഴുന്നേറ്റവനായ യേശുവിനെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവൻ. നമ്മൾ ഓർക്കണമേ, അപ്പസ്തോലന്മാരെ സുവിശേഷം പ്രഘോഷിക്കാൻ അയച്ചപ്പോൾ ഈശോ പറഞ്ഞത് ക്രിസ്ത്യാനികളെ ഉണ്ടാക്കുവാനല്ല, പിന്നെ ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് ഓൾ നേഷൻസ്, ശിഷ്യരെ നേടുവാനാണ് കർത്താവ് കൽപ്പിച്ചത്. ശിഷ്യൻ്റെ ഒന്നാമത്തെ അടയാളം ഇതാണ്, ശിഷ്യൻ യേശുവിനെ കണ്ടുമുട്ടിയവനാണ്. ഇന്നും നമ്മൾ ആ യേശുവിനെ കണ്ടുമുട്ടാനുള്ള സാഹചര്യം കർത്താവ് ഒരുക്കി തന്നിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിലൂടെ, വിശുദ്ധ കൂരാശകളിലൂടെ, നാം പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലൂടെ യേശുവിനെ നേരിട്ട് കണ്ടുമുട്ടുന്നു. കാണുക മാത്രമല്ല, തൊടുന്നു, ഭക്ഷിക്കുന്നു, ഒന്നായിത്തീരുന്നു അവനുമായിട്ട്. അതാണല്ലോ നാം എന്നും ദിവ്യബലിയിൽ ഒരു പുരോഹിതന്റെ നാവിൽ നിന്നും കേൾക്കുന്നത്, ഇത് എൻ്റെ ശരീരം ആകുന്നു. ലത്തീൻ കുർബാന ക്രമത്തിൽ കുർബാന കൊടുക്കുമ്പോൾ, വിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ വൈദികൻ പറയുന്നു, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഇത് യേശുവിൻ്റെ ശരീരമാണ് എന്ന്. സ്വീകരിക്കുന്ന ആൾ ഉടനെ പറയുന്നു, ആമേൻ, അതെ എന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഈശോയെ കണ്ടുമുട്ടുന്നത്, യേശുവിനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ദൈനംദിനം യേശുവിനെ കണ്ടുമുട്ടുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങളും ഞാനും എന്ന കാര്യം ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശക്തി, അഥവാ നമ്മുടെ മതത്തിൻ്റെ ശക്തി, നമ്മുടെ ക്രിസ്തീയരുടെ ശക്തി ഉയർത്തെഴുന്നേറ്റവനായ യേശുവിൽ നിന്നാണ്. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ നിന്ന് നമ്മൾ അനുദിനം ശക്തി, ഊർജം ഏറ്റുവാങ്ങണം, നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിച്ചെടുക്കണം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, മരിച്ചില്ല എങ്കിൽ, അടക്കിയില്ല എങ്കിൽ ഉത്ഥാനമില്ല. ഹല്ലേലൂയ. ഉത്ഥാനത്തെ നിരാകരിക്കുവാനാണല്ലോ
മുസ്ലിം സഹോദരങ്ങൾ പറയുന്നത് ഈശോ കുരിശ് മരിച്ചില്ല എന്ന്. അതുപോലെ അതേറ്റ് പറയുന്ന കുറേ ക്രിസ്ത്യാനി ദൈവശാസ്ത്രജ്ഞന്മാരുമുണ്ട്. അവരെയൊക്കെ നമുക്ക് നോക്കണ്ട. നമുക്ക് യഥാർത്ഥ സത്യവിശ്വാസത്തെയാണ് നോക്കേണ്ടതും വിശ്വസിക്കേണ്ടതും. യേശു ക്രിസ്തു ഇപ്പോൾ തന്നെ നമ്മൾ കേട്ടു. 1 കൊരിന്ത്യർ അധ്യായം 15:4 പൗലോസ് അസന്നിഗ്ധമായിട്ട് പറയും, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർന്നെഴുന്നേറ്റു. എന്നിട്ട് അപ്പോൾ നമുക്കും ആ ഉയർപ്പിൽ പങ്കുകാരാകണമെങ്കിൽ, ഉയർപ്പിൻ്റെ ശക്തി ലഭിക്കണമെങ്കിൽ നമ്മളും മരിക്കണം. മരിക്കാതെ ഉയർപ്പില്ല. കൊളോസ്യർക്ക് പൗലോസ്യരുടെ ലേഖനം അധ്യായം 3:3 പറയുന്നുണ്ട്, നാം ഉയർപ്പിക്കപ്പെട്ടവരാണ് ക്രിസ്തുവിൽ, അതുകൊണ്ട് ഉന്നതത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന്. പ്രിയപ്പെട്ടവർ, നാം ഉയർപ്പിക്കപ്പെടണമെങ്കിൽ നമ്മൾ മരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നുണ്ട് 2 കൊരിന്ത്യർ അധ്യായം 4 വചനം 8 മുതൽ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല, വിഷമിപ്പിക്കപ്പെടുന്നെങ്കിലും ഭഗ്നാശരാകുന്നില്ല, പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിലും പരിത്യക്തരാകുന്നില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നുവെങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. ക്രിസ്തുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിനായി അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ പ്രതി സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു യഥാർത്ഥ ഉത്തമ ക്രിസ്ത്യ ജീവിതമുണ്ട് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കുന്നു. അനുദിനം യേശുവിനോടുകൂടിയുള്ള മരണവും അനുദിനം യേശുവിനോടുകൂടിയുള്ള ഉത്ഥാനവുമാണ് യഥാർത്ഥത്തിൽ സത്യത്തിൽ ഉള്ള ക്രിസ്തീയ ജീവിതം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ അധ്യായം 15 വചനം 31 പറയുന്നത്, ഞാൻ പ്രതിദിനം മരിച്ചുകൊണ്ടിരിക്കുന്നു യേശുവിനെ പ്രതി. ഹല്ലേലൂയ. പൗലോസ് പറയാണ്, പ്രതിദിനം മരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാമല്ലോ, ഇന്ന് ക്രിസ്തീയത, ക്രിസ്തുമരം, ഞാൻ മരമെന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. ക്രിസ്തീയത എല്ലായിടത്തും ഞെരുക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു. കഴിഞ്ഞ വർഷം തന്നെ 2017 തന്നെ 1,00,000-ലധികം ക്രിസ്ത്യാനികൾ വെറുതെ വധിക്കപ്പെട്ടു യേശുവിനെ പ്രതി. 80 ദശലക്ഷത്തിലധികം ആളുകൾ പാർപ്പിടരഹിതരായി. ഏകദേശം അതിൻ്റെ 10 മടങ്ങ് ആളുകൾ യേശുവിനെ പ്രഘോഷിക്കുവാനോ യേശുവിൻ്റെ രീതി ജീവിതത്തിൽ പ്രാപ്തിയമാക്കാനോ സ്വാതന്ത്ര്യമില്ലാതെ കഴിയുന്നു, പ്രത്യേകിച്ച് ഇസ്ലാമിക് ഹൈന്ദവ രാജ്യങ്ങളിൽ. നമുക്കെന്നെ അറിയാം, പീഡനം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ, ഭാരതത്തിൽ തന്നെ മതപീഡനം ഏറെ വർദ്ധിക്കുമെന്നുള്ളതിന് ഏറെയേറെ സൂചനകൾ നമുക്കറിയാം. കാലത്തിൻ്റെ അടയാളങ്ങൾ മറന്നു പോകരുത്. ഈയിടെ ഒരു വാട്സാപ്പ് സന്ദേശം ഞാൻ വായിച്ചു. 3-4 വർഷം കഴിയുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഭാരതത്തെ രാമരാജ്യമായി, ഹൈന്ദവ രാജ്യമായി പ്രഖ്യാപിക്കുമെന്നും ആ ദിവസം എല്ലാ ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കുവാനും ഭവനങ്ങൾ ദീപിക്കുവാനും ചെറുപ്പക്കാരെ പരിശീലിപ്പിച്ചിരിക്കുന്നു, അവർക്ക് ആയുധങ്ങൾ കൊടുത്തും അവരെ പറഞ്ഞും മനസ്സിലാക്കി വച്ചിരിക്കുകയാണ് എന്ന്. ഞാനിത് വിശ്വസിച്ചുകൊണ്ട് പറയല്ല, അസംഭവിക്കുമെന്നും പറയല്ല. സംഭവിക്കാതിരിക്കാനും പറ്റില്ല, ചിലപ്പോൾ സംഭവിച്ചെന്നും വരാം. ഇനിയും ലോകം മുഴുവൻ മതപീഡനമാണ്, നമുക്കറിയാമല്ലോ. ആഫ്രിക്ക, ഇന്ത്യ, പാകിസ്ഥാൻ, നമ്മുടെ ചുറ്റുപാടുള്ള രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ്, അതായത് സിറിയ, അഫ്ഗാനിസ്ഥാൻ, എല്ലായിടത്തും ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു. യൂറോപ്പിൽ പോലും വചനം സത്യമായി പ്രഘോഷിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ലാതെ വന്നിരിക്കുന്നു. പീഡനങ്ങൾ മറ്റു മതങ്ങളിൽ നിന്ന് വരുന്ന ഒന്ന്, പിന്നെ പിശാചിന്റെ പീഡനങ്ങൾ, അത് വേറെ സൈഡിൽ. ഇനി ഇവിടെയെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, നാം ക്രിസ്ത്യാനികളാണോ? ഉയർത്തെഴുന്നേറ്റായ കർത്താവിൽ യഥാർത്ഥ വിശ്വാസം വച്ച് ആ ഉയർപ്പിൻ്റെ ശക്തി സംഭരിക്കുന്നവരും അതനുസരിച്ച് ജീവിക്കുന്നവരുമാണ്. ഞാൻ യൂറോപ്പിലാണ്, നിങ്ങൾക്കറിയാമല്ലോ. ക്രിസ്തീയ രാജ്യങ്ങളിൽ ചുറ്റുകടന്ന് പ്രസംഗിക്കുവാൻ പരിശ്രമിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇവിടെയും എൻ്റെ വചനപ്രഘോഷത്തിൽ ആരംഭിക്കുന്നവരും എതിർപ്പുള്ളവരും ഏറെയുണ്ട്.
ഇവിടെ വചനപ്രഘോഷണത്തിന് യാതൊരുവിധ പ്രോത്സാഹനവും അധികാരികളിൽ നിന്നോ ബിഷപ്പ്മാരിൽ നിന്നോ ഒരിക്കലുമില്ല. ഇത് പ്രൈവറ്റായിട്ട് സ്വയമേ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമേ ഉള്ളൂ. കേരളത്തിലൊക്കെ പോലെ ബിഷപ്പ്മാർ വരികയോ അല്ല അംഗീകരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഈ ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ പ്രിയമുള്ളവരെ യേശുവിനോട് സ്നേഹമുള്ള ഒരു 1-2% പേര് പോലും ഇല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ടാണല്ലോ ഞായറാഴ്ച നമ്മ മാത്രം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. അതെ, മൊത്തം പറയുകയാണെങ്കിൽ 3.5% അതെ ഈ യൂറോപ്പിൽ. ഓരോ രാജ്യത്തിലും വ്യത്യസ്തതയുണ്ട്. ചിലടത്ത് 2, ചിലടത്ത് 1.5, ചിലടത്ത് 4, അങ്ങനെ പോകുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ അതേസമയം അറിയപ്പെടുന്നത് ക്രൈസ്തവ രാജ്യം, ക്രിസ്ത്യാനികൾ. ഞാൻ ഹിന്ദുക്കളെ നോക്കുമ്പോൾ അവർക്ക് അതെ നമുക്കറിയാം 30 ലക്ഷത്തിൽ പരം ദൈവങ്ങളുണ്ടെങ്കിലും അവരവരുടെ ദൈവങ്ങളെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, അവരുടെ മതത്തെ അതെ സ്നേഹിക്കുന്നു. അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. ഞാനൊരു ഹിന്ദു ആണെന്ന് പറയുന്നതിൽ അവർക്ക് അഭിമാനമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നിച്ചൊരു ഹൈന്ദവ രാജ്യം ഉണ്ടാക്കാൻ അവർ പരിശ്രമിക്കുന്നത്. മുസ്ലിങ്ങളെ നോക്കൂ, അവരവരുടെ അല്ലാഹയെ സ്നേഹിക്കുന്നു, അവരുടെ മതം ഇസ്ലാമിനെ സ്നേഹിക്കുന്നു. ആരെങ്കിലും അവരുടെ ദൈവത്തെയോ മതത്തെപ്പറ്റി സംസാരിച്ചാൽ അവർ തീ വയ്ക്കും, വെടിവെക്കും. നമ്മളോ, നമുക്കെന്ത് സ്നേഹമുണ്ട് നമ്മുടെ ദൈവത്തോടെ, നമുക്കെന്ത് സ്നേഹമുണ്ട് നമ്മുടെ മതത്തോടെ. നമ്മുടെ മതത്തിൽ തന്നെ ഉള്ളവരല്ലേ, ക്രിസ്ത്യാനികൾ തന്നെയല്ലേ യേശുവിനെ പറ്റിയുള്ള അനാവശ്യങ്ങളെല്ലാം പറഞ്ഞ് നോവലുകളും ഉണ്ടാക്കി സിനിമകളും അടിച്ചിറക്കുന്നത്. ഈ അടുത്തൊരു നാൾ തന്നെ കേരളത്തിൽ നമ്മുടെ ആളുകൾ തന്നെയല്ലേ വൈദികരിലുണ്ടായ ചില ബലഹീനതകളെ പർവ്വതീകരിച്ച് അത് മാധ്യമങ്ങളിലൂടെ എഴുന്നള്ളിച്ച് സഭ ഏറ്റവും മോശമായത് എന്ന് താരടിച്ചത്. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് ചോദിക്കേണ്ടത്, തോമ, മത്തായി, ചാക്കോ, അല്ലെ മറിയം, അന്ന എന്ന ക്രിസ്തീയ സംജ്ഞ ഉള്ളതുകൊണ്ട് നീ ഒരു ക്രിസ്ത്യാനിയാവില്ല. യേശു ക്രിസ്തുവിനോട് ചേർന്ന് അതെ ഈ ലോകത്തോടും ഈ ലോകത്തിൻ്റെ മോഹങ്ങളോടും ജഡമോഹങ്ങളോടും മരിച്ച് അതെ പൗരസഭസ്ഥലം പറയുന്നത് പോലെ എൻ്റെ ജഡമോഹങ്ങളെ ഞാൻ യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു.